ഇന്നൊരു ഡിസിഷൻ കോർട്ടിൻ്റെ വന്നിരിക്കുകയാണ്. ബെയിൽ ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട്. 2 ആൾ ജാമ്യവും 50,000 റുപ്പീസിൻ്റെ ബോണ്ടും, അങ്ങനെ ഷുവർട്ടി. അത് ഫർണിഷ് ചെയ്യാനുള്ള തിരക്കിലാണ് ഞങ്ങൾ. എത്രയും പെട്ടെന്ന് ഫർണിഷ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ ഇന്ന് തന്നെ ആ റിലീസിംഗ് ഓർഡർ കൊണ്ട് ദുർഗിൽ ജയിലിൽ പോയി ഇലാധികാരികൾ കൊടുത്തു കഴിയുമ്പോൾ ഇന്ന് തന്നെ അവരെ ഇറക്കാൻ കഴിയുമെന്നാണ് ശുഭപ്രതീക്ഷ. പിന്നെ ഇന്ത്യക്ക് പുറത്ത് പോകരുത് എന്ന് മാത്രമുള്ള ഒരു ഉപാധിയേ ഉള്ളൂ. കൺസേൺഡ് താനെയിൽ റിപ്പോർട്ട് ചെയ്യണം. അതൊക്കെ സാധാരണ ഉള്ള എല്ലാ ഉപാധികൾ, സാധാരണ ഇത്തരം ബെയിൽ ബോണ്ടിൽ വെക്കുന്ന ഉപാധികൾ മാത്രമേ ഉള്ളൂ. പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന്. എത്ര ദിവസം? അത് പിന്നെ ഡയറി സ്റ്റേജിലുള്ള കേസ് ആകുമ്പോൾ അതിന്റെ ഡേറ്റ് പറഞ്ഞിട്ടില്ല, റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഇല്ല, ഇന്ന് പ്രോസിക്യൂഷന്റെ ഒരു റോളും ഇല്ലായിരുന്നു. ഇന്ന് ഡയറക്റ്റ് ആയിട്ട് ഓർഡർ ജഡ്ജ് ഡിക്ലെയർ ചെയ്യുമായിരുന്നു, പ്രൊനൗൺസ് ചെയ്യായിരുന്നു. 99% ഇന്ന് തന്നെയാകും. അതിന്റെ പ്രൊസീജിയറിലാണ്. ബെയിൽ ഫർണിഷ് ചെയ്യുന്നതിനുള്ള തിരക്കിലാണ് ഞങ്ങൾ. യാതൊരു തരത്തിലുള്ള വാദമോ ഇന്നലെ തന്നെ വാദം പൂർത്തിയായിരുന്നു. ഇന്നലെ പൂർത്തിയായി. ഇന്ന് വാദത്തിന്റെ ഒരു അതിന് ദർ ഈസ് നോ സെൻസ് ഓഫ് എനി കൈൻഡ് ഓഫ് ആർഗ്യുമെന്റ്. എന്തായിരിക്കും ഈ ജാമ്യഘട്ടത്തിലേക്ക് കോടതിക്ക് ഒരു സജീവ അത് ജാമ്യം നൽകണമെന്ന് തോന്നിപ്പിക്കാനുള്ള ഒരു ആർഗ്യുമെന്റ്? കോടതിക്ക് ഇന്നലെ ഞങ്ങൾ നൽകിയ ആർഗ്യുമെന്റ് വളരെയധികം വ്യക്തമാവുകയും അതിന് ആ ആർഗ്യുമെന്റിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ട് ശേഷമായിരിക്കണം ഇത്തരം ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് കോടതി എത്തി. സിറാജുദ്ദീൻ ഖുറേഷി എന്താണ് നമ്മൾ പറഞ്ഞത്? അല്ല, അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആൾ ജാമ്യം ഇത്രയും ബോയിൽ കണ്ടീഷനോട് കൂടി അവർക്ക് ജാമ്യം കൊടുക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആർഗ്യുമെന്റ് എന്തായിരുന്നു? നമ്മൾ ആർഗ്യുമെന്റ് ഒന്നുകൂടെ ഇന്നലെ ആർഗ്യുമെന്റ് നമ്മൾ പറഞ്ഞത് ഈ 2 സെക്ഷൻസും അവരുടെ ഈ ഗിവൺ സിറ്റുവേഷനിൽ അത് ആപ്ലിക്കബിൾ ആകുന്നതല്ല. അത് ആ സ്ട്രിഞ്ചന്റ് ധാര സെക്ഷൻ എന്ന് പറയുന്നത് 143 BNS ആണ്. അതിനകത്ത് 7 വർഷം മൊട്ട് 10 വർഷം വരെ തടവുള്ള ഇതാണ്. അതാണ് ഒരു സ്ട്രിഞ്ചന്റ് സെക്ഷനായിട്ട് അതിനകത്ത് വന്നത്. അതാണ് ഷെഡ്യൂൾഡ് ഒഫൻസും. അതുകൊണ്ടാണ് എന്നെ ഈ സ്പെഷ്യൽ കോർട്ടിലേക്ക് വിട്ടതും. അതിനകത്ത് അദ്ദേഹം സ്പെഷ്യൽ കോർട്ടിന്റെ പവർ ഉപയോഗിച്ച് അദ്ദേഹം ബെയിൽ ഗ്രാന്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇല്ല, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ല ഒന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ആർക്കെതിരെയും ഒരു വിമർശനവും നടന്നിട്ടില്ല. ഇന്നലെ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ മാത്രമാണ് പ്രോസിക്യൂഷൻ. നിങ്ങൾക്ക് ഇനി കസ്റ്റഡിയിൽ ആവശ്യമുണ്ടോ, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ അവരെ കസ്റ്റഡിയിൽ എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നപ്പം വേണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. ഇന്ന് തന്നെയാകും. ഇന്ന് ബെയിൽ ഗ്രാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ജയിൽ ബോണ്ട് നിറച്ചതിന്റെ കണ്ടീഷൻസ് ഉണ്ട്. ആൾ ജാമ്യം 2 ആൾ ജാമ്യവും 50,000 ഒരു ഷുവർട്ടിയും. അത് രണ്ടും എത്രയും പെട്ടെന്ന് ഫർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ റിലീസിംഗ് ഓർഡർ കിട്ടും. ആ റിലീസിംഗ് ഓർഡർ കൊണ്ട് ദുർഗ് ജയിലിലേക്ക് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ഏതാണ്ട് വൈകിട്ടോടുകൂടി അവർ മോചിതരാകും എന്നാണ് ശുഭാപ്തി. സാധാരണ നിലയ്ക്ക് ഒരു സമയപരിധി ഈ ജയിൽ മോചിതനാകുന്ന കാര്യത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? ഇല്ല, 8 മണി വരെ റിലീസിംഗ് കൊടുക്കാറുണ്ട്. ഇവിടെ 5 മണിക്കകം എത്താൻ കഴിഞ്ഞാൽ നല്ലതാണ്. അല്ലെങ്കിൽ 8 മണിക്കകം. സാധാരണ ഇവിടെ കോടതിയൊക്കെ തീർന്നത് 5 മണിയോട് കൂടിയാണ്. 5 മണി കഴിഞ്ഞിട്ട് കോടതിയിൽ നിന്ന് റിലീസിംഗ് ഓർഡറും കൊണ്ടാണ് പല അക്യൂസ്ഡിന്റെ വക്കീലും അവരും അവിടെ ജയിലിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ഏതാണ്ട് 8 മണിയോട് വരെ നമുക്ക് അവരെ റിലീസ് ചെയ്യാനാകും എന്നാണ്. അന്ന് അവൻ ആരെയും ഇന്ന് കോടതി കണ്ടില്ല. അവരാരും അവിടെ ഇല്ലായിരുന്നു. അത് പിന്നെ സഭാ നേതൃത്വമായിട്ടും ഫാദറുമായിട്ടും അവരുമായിട്ടൊക്കെ റിലീസ് ചെയ്തതിന് ശേഷം അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ട് അന്നേരം ഒരു മൂവ്മെന്റ് തീർച്ചയായിട്ടും നടത്തേണ്ടതാണ്. എൻ്റെ പേഴ്സണൽ അഭിപ്രായം. നടത്താൻ സാധ്യതയുണ്ട്. അതിന്റെ ലീഗൽ വശങ്ങളൂടെ നോക്കിക്കൊണ്ട് അത്ര ഒരു മൂവ്മെന്റിനും സാധ്യതയുണ്ട്. സാധാരണ നിലയിൽ പ്രോസിക്യൂഷൻ ഈ കേസ് പോലീസ് NIA കോടതിയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത് ഈ മനുഷ്യക്കടത്ത് എന്നുള്ളൊരു പോയിന്റ് വെച്ചത് കൊണ്ട് കൂടിയാണ്. അപ്പൊ ഇല്ലെങ്കിൽ ഇത് സെഷൻസ് കോടതിയിൽ തന്നെ തീരേണ്ട ഒരു മാറ്റർ ആയിരുന്നു ഒരു പക്ഷേ. അതെ. ഈ സെക്ഷൻ 143 BNS എന്ന് പറയുന്നത് ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് ആണ്. NIA ആക്ടിനകത്ത് ഷെഡ്യൂൾഡ് ഒഫൻസ് ഏതൊക്കെയാണ് IPCയിലെ അല്ലെങ്കിൽ BNSന്റെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഷെഡ്യൂൾഡ് ഒഫൻസ് വന്നു കഴിഞ്ഞാൽ NIAക്ക് റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ആ മാറ്റർ റിപ്പോർട്ട് ചെയ്യണം എന്നൊരു പ്രൊവിഷൻ NIA ആക്ടിലെ തന്നെ 6(1) പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ആ സംബന്ധിത കോർട്ടിന്, NIA സ്പെഷ്യൽ കോർട്ടിനാണ് അതിനുള്ള പവർ. അദ്ദേഹം അത് കേൾക്കുകയും ഞങ്ങളുടെ വാദമനുസരിച്ച് കേൾക്കാനുള്ള ജുഡിക്ഷൻ അദ്ദേഹത്തിനുണ്ടെന്നുള്ളത് അദ്ദേഹം പൂർണ്ണമായിട്ട് കൺവിൻസ് ആവുകയും അതിനുശേഷമാണ് അദ്ദേഹം ബെയിൽ ഗ്രാന്റ് ചെയ്തത്. ഒരു കാര്യം കൂടി, സാധാരണ നിലയ്ക്ക് നമ്മൾ ഹൈക്കോടതിയിൽ നടക്കുന്ന ജാമ്യാപേക്ഷ മറ്റു കാര്യത്തിൽ പോയാൽ അത്
സെഷൻസ് കോടതിയിലോ അല്ലെങ്കിൽ വിചാരണ കോടതിയിൽ വന്നതിന് ശേഷമാണ് പോകേണ്ടത്. പക്ഷേ ഇത് വിചാരണ കോടതിയുടെ സ്റ്റാറ്റസ് ഈ കോടതിക്ക് ഉള്ളത് കൊണ്ടാണോ നേരിട്ട് ഇനി ജയിലിലേക്ക് നമുക്ക് ജാമ്യാപേക്ഷ കൊണ്ടുപോയാൽ മാത്രം മതി? ഇത് ട്രൈബൽ ബൈ സെഷൻ ആണ്. ട്രൈബൽ ബൈ സെഷൻ, അതും സ്പെഷ്യൽ കോർട്ട്. അപ്പോൾ അത് ഈ കോർട്ട് തന്നെയാണ്. ഈ കോർട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അത് വീണ്ടും JMFCക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അധീനമുള്ള മറ്റൊരു ജഡ്ജിനേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുക. സാധാരണ അങ്ങനെ നീങ്ങുന്ന കേസുകൾ എന്താണെന്ന് വെച്ചാൽ കോടതി, ഹൈക്കോടതിയാണെങ്കിൽ ഹൈക്കോടതി ഗ്രാൻഡ് ചെയ്തതിന് ശേഷം അത് പിന്നെ ഫർണിഷ് ചെയ്യുന്നതൊക്കെ കൺസേൺഡ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ടിലാണ്. പക്ഷേ ഇവിടെ ആ സ്ഥിതിയില്ല.